തീരദേശ മേഖലയിലെ അവിടെയൊക്കെ എന്താണ് എന്ന് നമുക്കറിയില്ലേ എന്ന് അധിക്ഷേപിക്കുന്ന മറുപടി പറഞ്ഞ ആളാണ് ശ്രീ വി ഡി സതീശൻ. കടലിൽ ആദ്യം പോയവരിൽ ഈ ജോണിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേര് തിരിച്ചു വന്നു. അതും ഈ ഗവൺമെന്റിന്റെയോ ഈ കോസ്റ്റ് ഗാർഡിന്റെയോ മറ്റാരുടെയോ സഹായത്തിലൊന്നും അല്ല. മത്സ്യത്തൊഴിലാളികളാ രക്ഷിച്ചത് എന്നാ പറയുന്നത്. കേന്ദ്ര രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തെ ഉൾപ്പെടെ കേരളത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ അവിടെ മന്ത്രിയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനം ഏറ്റെടുക്കണം, രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരുന്നു. എന്തൊരു പ്രയാസകരമായ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഈ ഗവൺമെന്റ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്. എന്തേ ആവശ്യമായ ഒരു സൗകര്യം കൊടുക്കാൻ ഈ ഗവൺമെന്റ് ഇടപെടാത്തത്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവരുടെ ഈ വിഷയങ്ങളിലൊക്കെയുള്ള ഒരു സമീപനം. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ വീണ്ടും ഡിവൈഎഫ്ഐയുടെ പരിപാടികളിൽ സജീവമാവുകയാണ്. മേയർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പൊതുരംഗത്ത് സജീവമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും ഡിവൈഎഫ്ഐയുടെ പൊതുപരിപാടികളിൽ ഉൾപ്പെടെ മുൻ മേയറായ ആര്യ രാജേന്ദ്രൻ സജീവമാവുകയാണ്. എന്തായാലും ഇപ്പോൾ മഴക്കാലമാണ്. കടൽക്ഷോഭത്തിൽ ഉൾപ്പെടെ നിരവധി മത്സ്യത്തൊഴിലാളികളെ കാണാതായിരിക്കുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയിലാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ നിലവിലിപ്പോൾ പങ്കെടുത്തിരിക്കുന്നത്. ഒരിടത്തേക്ക് പോയത് ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. എന്താ അവിടെ ഈ വാഹന മോഡിഫിക്കേഷന്റെ കാര്യം സംസാരിക്കാൻ പോവാ? അല്ലെങ്കിൽ വല്ല ലൈസൻസിന്റെ എന്തോ ടെസ്റ്റോ മറ്റോ നടക്കുന്നുണ്ട് അവിടെ? ഈ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പോകണ്ടേ? മറ്റവർ പോണ്ട എന്നൊന്നും പറയുന്നില്ല. പോകേണ്ടത് ആദ്യം അതിന്റെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ടത് ആരാണ്? ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ തുറമുഖത്തിന്റെ വകുപ്പ് മന്ത്രി ഇടപെടണ്ടേ? പോയില്ലല്ലോ. എന്തേ കാരണം? എന്താ അവിടെയുള്ള ഒരു പ്രശ്നം ഇവർ പോകാതിരിക്കാനുള്ള കാരണം? സതീശൻ ഭയങ്കര വാചക കസർത്ത് നടത്തുന്ന ആളാണല്ലോ. നാളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ വാചക കസർത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തണം. അതിനാവശ്യമായ ചോദ്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് വനം വകുപ്പ് മന്ത്രിയെയും അതുപോലെ ഗതാഗത മന്ത്രിയെയും ചുമതലപ്പെടുത്തിയത്? തുറമുഖം വകുപ്പ് മന്ത്രിക്ക് എന്താ അയോഗ്യത എന്തെങ്കിലും ഉണ്ടോ? ഇനി തടഞ്ഞിട്ടാണോ? അല്ല അദ്ദേഹത്തിന് പോകാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ഫിഷറീസ് വകുപ്പ് മന്ത്രി പോകണമല്ലോ. എന്താ പോകാത്തത്? എന്താ അദ്ദേഹത്തിന്റെ അയോഗ്യത? ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി അവിടെ ചെന്നില്ലല്ലോ. പകരം പോയത് വനം വകുപ്പിന്റെയും ഗതാഗത വകുപ്പിന്റെയും മന്ത്രിമാർ. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സംഭവം നടന്ന് കടലിൽ ആദ്യം പോയവരിൽ ഈ ജോണിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേര് തിരിച്ചു വന്നു. അതും ഈ ഗവൺമെന്റിന്റെയോ ഈ കോസ്റ്റ് ഗാർഡിന്റെയോ മറ്റാരുടെയോ സഹായത്തിലൊന്നും അല്ല. മത്സ്യത്തൊഴിലാളികളാ രക്ഷിച്ചത് എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് 900 പേരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കടലിൽ ഇടപെടുന്നവരെ 900 പേരെ ഗോവയിൽ മറ്റോ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ കടലിൽ തെരച്ചിലിനൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സജ്ജരാക്കിയിട്ടുണ്ട്. 172 പേരെ അവർക്കിടയിലുള്ളവരെ കോസ്റ്റ് ഗാർഡ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അവരെയൊന്നും ഇവരെ 5 വനിതകൾ ഉൾപ്പെടെയുണ്ട്. അവരെയൊന്നും ഈ തെരച്ചിലിന് എന്തേ ഉപയോഗപ്പെടുത്താത്തത്? ഇവിടെ പ്രശ്നം എന്താണ്?
ഇതൊന്നും ശ്രദ്ധിക്കാൻ ഒരു ഭരണ സംവിധാനത്തിന് സൗകര്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകും, ഇതൊന്നും ഞങ്ങളുടെ ഒരു പ്രശ്നമേ അല്ല. ഒരു ഗൗരവത്തിൽ ഈ വിഷയങ്ങളൊന്നും കാണുന്നില്ല. അതല്ലേ പ്രശ്നം? ഈ തീരദേശത്തെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്തേ ഇവർ ഇടപെടാത്തത്? ഇത് മാത്രമല്ല, ഞങ്ങൾ രാജേഷിന്റെ വീട്ടിൽ പോയി. ആരാ രാജേഷ്? കേരളത്തിലെ യുവജനങ്ങളാകെ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായി ഇന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്ന ഒരു പേരല്ലേ രാജേഷ്? തന്റെ ലൈഫ് ജാക്കറ്റ് മറ്റുള്ളവന് കൊടുത്ത് അവന്റെ ജീവൻ രക്ഷിക്കാൻ ജീവൻ ത്യജിച്ച രാജേഷ്, ജീവൻ നഷ്ടപ്പെട്ടു പോയ രാജേഷ്, ആ രാജേഷിന്റെ മൃതശരീരത്തോട് ഇവര് കാണിച്ച അനാസ്ഥ നോക്കൂ നിങ്ങൾ. വഴിയിൽ വെച്ച് മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റിക്കയറ്റേണ്ട ഗതികേടിലേക്ക് എത്തി. എന്തേ ആവശ്യമായ ഒരു സൗകര്യം കൊടുക്കാൻ ഈ ഗവൺമെന്റ് ഇടപെടാഞ്ഞത്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവരുടെ ഈ വിഷയങ്ങളിലൊക്കെയുള്ള ഒരു സമീപനം. അവരുടെ കൂടെ വന്നവർ ഞങ്ങളോട് സംസാരിച്ചു. അവിടെ തന്നെ അധികാരികളോട്, കലക്ടറോട്, മറ്റു ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിച്ചിരുന്നു പോലും. ഇതിങ്ങനെ ഈ ബോഡി കൊണ്ടുപോയാൽ പ്രയാസമാകുമല്ലോ. ഒരു പ്രശ്നമില്ല, ധൈര്യമായി. വഴിയിൽ നിന്ന് ഈ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തല്ലോ, ഈ മൃതദേഹം മാറ്റിക്കയറ്റിയ മറ്റൊരു ആംബുലൻസിലേക്ക്. എന്തൊരു പ്രയാസകരമായ, സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഈ ഗവൺമെന്റ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്നും അവിടെ ഏത് നിലയിലേക്കാണ് അവർ പെരുമാറുന്നതെന്നും ഇടപെടുന്നതെന്നും അവർക്ക് വലിയ നിലയിലുള്ള പരാതി ഗവൺമെന്റിനെ കുറിച്ചുണ്ട്. 9 ദിവസത്തിന് ശേഷമാണ്, ഇന്നലെയാണ് വി.ഡി. സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തെ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാൻ. അവിടെ ആ പെൺകുട്ടി അവരോട് വർത്തമാനം പറയുമ്പോൾ, വി.ഡി. സതീശനോട് വർത്തമാനം പറയുമ്പോൾ അവസാനം കട്ട് ചെയ്ത് പോവുകയാണ്, മറുപടി പറയാനില്ല. അവിടെ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് വി.ഡി. സതീശൻ എടുത്തത്. നോക്കൂ, ഞങ്ങൾ ഇന്നൊരു സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചതാണ് ഡിവൈഎഫ്ഐ. ഈ സമരത്തിന്റെ അധ്യക്ഷ സഖാവ് ശ്യാമ, സമരം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വി വസീഫ്, സഖാവ് ഷിജു ഖാൻ, സഖാവ് അനൂപ്, സഖാവ് എസ് ലിജു, സഖാവ് നിതിൻ ഉൾപ്പെടെ ഈ പരിപാടിയുടെ ഭാഗമാകുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, ഇവിടെ സഖാക്കളെല്ലാം സൂചിപ്പിച്ചു, മത്സ്യത്തൊഴിലാളി മേഖലയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഈ സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നതിന്റെ വിഷയങ്ങളെല്ലാം അവർ സൂചിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ഏറ്റവും വലിയ അവശ്യമായ കാര്യമാണെന്നും അവർ നമ്മുടെ സൈന്യമാണ് എന്നും നമ്മളെന്നും അവരെ ചേർത്ത് പിടിക്കണം എന്നും പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഈ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുമ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ, ഞങ്ങളാരുമല്ല ചോദിച്ചത്, മാധ്യമപ്രവർത്തകർ തന്നെ ആദ്യഘട്ടത്തിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് സർക്കാർ അവിടെ നേരിട്ടിടപെടാത്തത്? എന്താണ് മുഖ്യമന്ത്രിയോ അതുപോലെ ഫിഷറീസ് മന്ത്രിയോ അവിടെ പോകാത്തത്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ, തീരദേശ മേഖലയിൽ കടന്നു ചെല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ, തീരദേശ മേഖലയിലെ അവിടെയൊക്കെ എന്താണ് എന്ന് നമുക്കറിയില്ലേ എന്ന് അധിക്ഷേപിക്കുന്ന മറുപടി പറഞ്ഞ ആളാണ് ശ്രീ വി.ഡി. സതീശൻ. അത്തരത്തിൽ തീരദേശ ജനതയെ അധിക്ഷേപിച്ചുകൊണ്ട് തീരദേശത്തുള്ള ജനങ്ങളാകെ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നതിനു വേണ്ടി തയ്യാറായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ അനുഭവത്തിലുണ്ട്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐക്ക്, തിരുവനന്തപുരത്ത് സമരങ്ങൾ ഏറ്റെടുക്കുന്ന ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കഴിഞ്ഞ 1 വർഷം മുൻപ് ഒരു തൊഴിലാളിയെ റെയിൽവേയുടെ അനാസ്ഥ മൂലം ആമേഴഞ്ചം റോഡിൽ കാണാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് കേരളത്തിലെ ഏറ്റവും അവസാനം നടന്ന ഒരു വലിയ വിഷയമായതുകൊണ്ടാണ് ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് പോലും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തെ ഉൾപ്പെടെ കേരളത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ അവിടെ മന്ത്രിയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനം ഏറ്റെടുക്കണം, രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നു.
പൂർണ്ണസമയം തദ്ദേശ സ്ഥാപനത്തിന്റെ മേൽനോട്ടം അതിലുണ്ടാകണം, കൗൺസിലർമാർ, ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നേതൃത്വം വഹിക്കണം എന്ന് സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്ന് ഒരു തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്താതെ പ്രളയം വന്നാൽ, മഴ വന്നു കഴിഞ്ഞാൽ അത് മേഘവിസ്ഫോടനമാണ് എന്ന് പറഞ്ഞ്, അത് ശ്രീ വി ഡി സതീശൻ ഉള്ളപ്പോൾ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു, മറ്റാരെങ്കിലും ഭരിക്കുമ്പോൾ അങ്ങനെയല്ല, മഴ ഉണ്ടാകുന്നു, മഴയുണ്ടായാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണത്തിൽ വരുമ്പോൾ ഒരു നിലപാടും സൂചിപ്പിക്കുന്ന, ഏറ്റെടുക്കുന്ന ഒരു നിലയാണ് ഉണ്ടാകുന്നത്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ തന്നെ ഒരു MLA, നിങ്ങളുടെ തന്നെ ഭരണത്തിന്റെ ഭാഗമായ ഒരു MLA, അദ്ദേഹത്തിന് നേരെ ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ച വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കേണ്ടവരാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞങ്ങൾ അക്കൗണ്ടബിൾ ആക്കാൻ അറിയാത്തവരല്ല എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ശരിയാണ്. നിങ്ങളെ അക്കൗണ്ടബിൾ ആക്കുന്നതിന് കേരളത്തിലെ DYFI എന്ന പ്രസ്ഥാനം, തലസ്ഥാനത്തെ DYFI എന്ന പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. എന്തായാലും കോർപ്പറേഷൻ പരിധിയിലെ CPMന്റെ കനത്ത പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദി ആര്യ രാജേന്ദ്രനാണ് എന്ന് പാർട്ടി അംഗങ്ങൾ ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള അടക്കമുള്ള തീരുമാനം പാർട്ടി അന്ന് എടുക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാനുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ആര്യ രാജേന്ദ്രനെതിരെ അന്ന് ഇത്തരത്തിലുള്ള രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും ഭരണത്തിലെ വീഴ്ചകളുമാണ് കോർപ്പറേഷൻ വാർഡുകളിൽ പാർട്ടിയെ പിന്നോട്ടടിപ്പിച്ചത് എന്ന് അടക്കം അംഗങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ആര്യ രാജേന്ദ്രനെതിരെ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ വിമർശനം ഉയർന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം അവർക്കെതിരെ ശക്തമായി നിലയുറപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ് എന്നതുൾപ്പെടെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും പരാജയത്തിൻ്റെ പാപഭാരം ആര്യയുടെ തലയിൽ കെട്ടിവെക്കുന്നതിലൂടെ പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കൾ തങ്ങളുടെ വീഴ്ചകൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതായും ഒരു വിഭാഗം അണികൾക്കിടയിൽ സംസാരവും അന്ന് ഉയർന്നു വന്നിരുന്നു. എന്തായാലും വലിയ പരാജയമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് CPMന് നേരിടേണ്ടി വന്നത്. ഇതിനുള്ള പ്രധാന കാരണം മുൻ മേയറുടെ പ്രവർത്തനമാണ് എന്നതുൾപ്പെടെയുള്ള വിശകലനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിലേക്ക് CPM എത്തിച്ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പൊതുപരിപാടികളിലടക്കം പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. ശിവൻകുട്ടി MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത്, അതായത് പ്രചരണ സമയത്ത് ഈയൊരു ശിവൻകുട്ടിയുടെ പ്രചരണ വാഹനത്തിൽ കയറിയതെല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് വീണ്ടും മുൻ മേയറായ ആര്യ രാജേന്ദ്രൻ പൊതുരംഗത്തും പൊതുപരിപാടിയിലും DYFIയുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലടക്കം നിലവിലിപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ കരുത്തോടെ തിരിച്ചു വരാനുള്ള ശ്രമം തന്നെയാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.